സാർ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. PM ശ്രീ പദ്ധതിയിലേക്ക് കത്തൊന്നും കൊടുത്തില്ല, പക്ഷെ വാക്കാൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു, കണ്ണിറുക്കി കാണിച്ചു. ആരെയൊക്കെ ഊശിയാക്കി എന്നാണ് ആ കണ്ണിറുക്കി കാണിച്ചതിൻ്റെ അർത്ഥം എന്നാണ് തോന്നുന്നത്. സാർ, ശരിക്കും ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്ന CPIക്കാണോ? ഇതാണോ CPMൻ്റെ ശരിക്കുള്ള സ്വഭാവം? കേരളത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ബലാബലത്തിൽ CPM CPIക്ക് ഇട്ടൊരു പണി കൊടുത്തു എന്നാണ് പറയാം. പക്ഷെ മൊത്തം രാഷ്ട്രീയ സാഹചര്യവും ചുറ്റുപാടും എടുക്കുമ്പോൾ ഇത് നേരെ തിരിച്ചടിക്കുന്നതാണ്. CPMനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പ്രസ്ഥാനമാണെന്ന് വ്യക്തമായി. CPM പറയുന്നതിനെ ആരെങ്ങനെ വിശ്വസിക്കും? പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളും അല്ലാതെ അതിനപ്പുറത്തേക്ക് CPMന് പ്രവർത്തന രംഗത്തേക്ക്, പ്രവൃത്തിയുടെ രംഗത്തേക്ക് മാറാൻ പറ്റുന്നില്ല. സാർ, 64 ലക്ഷം ആൾക്കാർക്കാണ് ഇപ്പം അവർ ഇത് കൊടുക്കാൻ പോകുന്നത്, പെൻഷൻ. അല്ല, 64 ലക്ഷം പേർക്ക് 2000 രൂപ വെച്ച് കൊടുക്കാൻ. അല്ല, ഇതിപ്പോൾ ഈ മേടിക്കുന്നവർ പോലും എന്നാ വിചാരിക്കുന്നത്? പണ്ട് കേജ്രിവാൾ ഡൽഹി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കാശോ അതുപോലെ പെൻഷനോ ഒക്കെ ഓഫർ ചെയ്താൽ മേടിച്ച് കൈ വെച്ചോണം, പക്ഷേ വോട്ട് ചെയ്യാൻ പോകരുത്. ഇവിടെ നടക്കാൻ പോകുന്നതാണ്. ഇവിടെ പിന്നെ 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കും. ഇവർക്കറിയാം. ഇപ്പോൾ ഒന്ന് തൊട്ടടുത്ത NGOമാരോ കോളേജ് അധ്യാപകരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ പെൻഷൻ മേടിക്കാൻ പോകുന്നവർ ആദ്യം ഒന്ന് അന്വേഷിക്കണം. അവരുടെ ശമ്പള കുടിശ്ശിക, DA കുടിശ്ശിക കൊടുത്തിട്ട് എത്ര നാളായി? അതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഓരോ കാലഘട്ടത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ വാഗ്ദാനങ്ങൾ ഇനി എന്ത് വില കൊടുക്കും? ഇന്നലെ കഴിഞ്ഞ കിറ്റിൻ്റെ സമയം വരെ, കോവിഡ് സമയം വരെ പറ്റിക്കാൻ പറ്റി. ഇനി എന്ത് വില കൊടുക്കും? അവിടെ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് 64 ലക്ഷം പേർക്ക് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, 1000 രൂപ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തദ്ദേശ ഇലക്ഷന് മുമ്പ് ഒരു പണി അത് ഇങ്ങനെ പറയാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഇത് വീട്ടിൽ വിശന്നിരിക്കുമ്പോൾ കൊച്ചുങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും കരച്ചിലാണ്. ഒരു ദിവസം പോയി 2 ഐസ്ക്രീം മേടിച്ചു കൊടുക്കുമ്പോൾ കൊച്ചുങ്ങളുടെ കരച്ചിൽ പെട്ടെന്ന് നിൽക്കും. പക്ഷേ അത് ഐസ്ക്രീമിൻ്റെ തണുപ്പങ്ങ് മാറുമ്പോൾ വീണ്ടും കരയാൻ തുടങ്ങും. അതുപോലെ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് ഈ വാഗ്ദാനം കൊടുത്ത് അവസാനം വാഗ്ദാനം മാത്രമായി മിച്ചം. ദാരിദ്ര്യത്തിൻ്റെ എല്ലാ സീമകളിലേക്കുമാണ് കേരളം വരുന്നത്. സാമ്പത്തിക തകർച്ചയിലേക്കാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞതാണ്, പിണറായി വിജയൻ ഈ കാര്യം നന്നായിട്ടറിയാം. ജനങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തന്നെ ജനങ്ങൾ ക്രൂരമായി വെറുക്കുക മാത്രമല്ല, ക്രൂരമായി വെറുക്കുന്നു. മുഖം കാണുന്ന പോലും അലർജി പോലെ കാണുന്നവർ. ബസ്സിലൊക്കെ കയറുമ്പോൾ സംസാരിച്ച കേട്ടറിയാം. പിണറായി വിജയൻ്റെ പടം കാണുമ്പോൾ, പോസ്റ്റർ കാണുമ്പോൾ നമ്മൾ വെറുതെ മാറിയിട്ട് കൊടുത്താൽ മതി. ഇവർ നാട്ടുകാരെ വെറും സാധാരണക്കാർക്ക്. ചിലർ പറയും ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ ഇയാളെ കമ്മ്യൂണിസ്റ്റായിട്ട് അംഗീകരിക്കലെന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഇത് തന്നെ കാണിച്ച വഞ്ചനയൊന്ന് ആലോചിച്ചു. PM ശ്രീ പദ്ധതിയിൽ കേരളം പിന്മാറുന്നു എന്നുള്ള തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പോലുള്ള നട്ടലില്ലാത്ത ഒരാളാണ് പറയുന്നത്. ഞാൻ മോഡിയെ നേരിടും, ട്രംപിനെ നേരിടും എന്നൊക്കെ പറയുന്ന ഈ വാചകടിയിൽ എത്ര പേരെ കൊണ്ടുനടക്കാൻ പറ്റും? ഇവരുടെ വിദ്യാർത്ഥി സംഘടനകളില്ലേ, ആ ചെറുപ്പക്കാരെ മുഴുവൻ വന്ധ്യംകരിച്ച് വെച്ചിരിക്കുക. ABCക്ക് കൊടുത്ത കാശ് കൊണ്ട് അതിനാ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ABCയുടെ പരിപാടി നടന്നില്ല. മറിച്ച് വേറെ എവിടെയോ ഈ കേരളത്തിലെ യുവതയെ മുഴുവൻ വന്ധ്യംകരിച്ച് മുദ്രാവാക്യം വിളി തൊഴിലാളികൾ മാത്രമേ തൊണ്ട മാത്രം കാണാം. മുദ്രാവാക്യം തലച്ചോറ് കാണില്ല, മുദ്രാവാക്യം വിളിക്കാനുള്ള തൊണ്ട മാത്രമായിട്ട് മാറ്റിയതിൻ്റെ ഉത്തരവാദിത്തം ഇറക്കാം. ശിവൻകുട്ടിക്ക് ഏറ്റവും വലിയ സങ്കടമായിരുന്നു AISFകാർ തൻ്റെ കോലം കത്തിച്ചതിൽ. അപ്പോൾ AISFകാരെ അതിൽ മാപ്പ് പറഞ്ഞ AISFകാരനുണ്ടെ പടി കൊടുക്കണ്ടേ? ശിവൻകുട്ടിയുടെ പറച്ചിൽ കേട്ടിട്ട് ശിവൻകുട്ടിയുടെ മാപ്പ് പറഞ്ഞ AISFകാരൻ്റെ അടി കൊടുക്കണ്ടേ? ഒന്ന് ഞാൻ കാണുന്നു, CPI ഈ മുന്നണി വിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ഇൻഡയറക്റ്റായിട്ട്. അത് CPMനറിയാം. അതുകൊണ്ടാണ് കേന്ദ്രത്തെ കുറച്ചുകൂടെ സൂപ്പിച്ച് നടത്തുന്നത്. നാളെ BJPയുമായി ഒരു ധാരണ ഉണ്ടാക്കണമെങ്കിൽ ഇത് രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിനൊരു നിലപാടെടുത്തേ പറ്റൂ. ഒന്നുകിൽ ഇത് അംഗീകരിക്കണം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറയാം, സമയമുണ്ട്. ഇനി കൊടുത്താൽ തന്നെ അതെന്നാ നാട്ടുകാരറിയൂ? ഇയാൾ എന്തിനാണ് പിന്നെ ഡൽഹിക്ക് പോകുന്നത്? അപ്പോൾ സാർ, ഈ ധർമ്മേന്ദ്ര പ്രധാന് അദ്ദേഹം കത്ത് കൊടുത്തില്ല, വാക്കാൽ സംസാരിച്ചിട്ട് വന്നു. അതിനകത്ത് എന്താണ് സാർ ഒളിഞ്ഞിരിക്കുന്നത്? ഈ കിട്ടാനുള്ള ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടി ആയിരിക്കില്ലേ? ഒന്നാമത് രാഷ്ട്രീയ ആസ് ഓൺ ഡേറ്റ് കേരളം PMC പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു. പാസ് ഓൺ ഡേറ്റ് ഇപ്പം അത് പെട്രോളിയുള്ള കത്തം കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ PM ശ്രീ പദ്ധതി ഇപ്പോഴും PM ശ്രീയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? PM ശ്രീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പറഞ്ഞാൽ പിണറായി വിജയൻ സന്തോഷമാവും. പിണറായി വിജയൻ വേണം ഒരു കത്തുള്ള എഴുതും, PM ശ്രീ എന്നുള്ളത് മാറ്റി മോഡി ശ്രീ എന്നാക്കണം ആ പദ്ധതിയുടെ പേര് എന്ന് വരെ പറഞ്ഞ് വേണം കത്തെഴുതും. അത്രയ്ക്ക് മാത്രം ഭയപ്പെട്ടിരിക്കുകയാണ് ആരെ? മോഡിയെ. ആ ഭയത്തിൻ്റെ മോദിയെ ഭയപ്പെടുന്ന അന്വേഷണ ED ഒക്കെ അന്വേഷിക്കാം, മോളെയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാ കേസും എത്ര കേസുണ്ട്.
സുപ്രീം കോടതിയിൽ നിന്ന് കേസ് ഇങ്ങനെ മാറി മാറി നീട്ടി വെച്ചുകൊണ്ടിരിക്കണ്ട. ഇവർ വിചാരിച്ച് നടക്കുമോ? എത്ര കേസ് മാറ്റി വെച്ചു, നീട്ടി വയ്ക്കുകയാണ്. അതെങ്ങനെ സാധിക്കും? ഇപ്പോൾ ഇന്നലെ ഗവായ് എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്തിട്ട് കേസ് നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാവുന്നു. അയാൾ ആ വിധി പറയുമെന്നുള്ള വേറൊരു കേസാണ്. ഇതുപോലത്തെ ജഡ്ജിമാരുമുണ്ട്. ചില ജഡ്ജിമാർ വിധിക്കും, അവരുടെ ബെഞ്ചിൽ വരാതെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന് പിണറായി വിജയൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണാരാ? അല്ല സാർ, അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാവേണ്ടതല്ലേ CPIക്ക്? ഇപ്പോൾ ഇന്ന് തന്നെ പത്രവാർത്തകളൊക്കെ വന്നു, ആ കത്ത് ഇതുവരെ കൊടുത്തിട്ടില്ല, വെറുതെ പോയി കണ്ടു, സംസാരിച്ചു ശിവൻകുട്ടി, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ല, ശിവൻകുട്ടിക്ക് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് തന്നെ മന്ത്രി സ്റ്റേണായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശിവൻകുട്ടി പറയുന്നത് കൊടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ ഉദ്യോഗസ്ഥർക്ക് മറികടക്കാൻ പറ്റണമെങ്കിൽ ഒരാളുടെ വിലയേ ഉള്ളൂ. പിണറായി വിജയൻ പറയണം ഇപ്പോൾ കൊടുക്കണ്ട. അപ്പോൾ തങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന് CPIയും മറ്റ് അല്ല, ഇവിടെ രണ്ട് ചെയ്ത് നടന്നിട്ടുണ്ടാവും. ഒന്ന് ശിവൻകുട്ടിയെ പിണറായി ചോദിച്ചിട്ടുണ്ടാവും, നീ ഇങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല, കത്തൊന്നും കൊടുക്കാതിരുന്നാൽ മതി, മാറ്റാമെന്ന് പറഞ്ഞു. CPIയെ തണുപ്പില്ല. പിണറായിക്ക് പാർട്ടിയുടെ ചതിവ് അത് സ്വാഭാവികമാണ്. എപ്പോഴും പിണറായി സെക്രട്ടറി ആയിരുന്ന ശേഷം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും സെക്രട്ടറി. അല്ല, ഇയാളോട് പറഞ്ഞു, ശിവൻകുട്ടിയോട് പിണറായി തന്നെ പറഞ്ഞു കാണും, നീ പിൻവലിക്കാൻ പോവാണ്, ഞങ്ങളിതിനകത്ത് മാറാൻ പോകാമെന്നും പറഞ്ഞ് കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്നു എന്നെ മാർഗത്തിൽ അറിയിക്കും, രേഖാമൂലം അറിയിക്കുന്നൊന്നും എങ്കിലും. അല്ല, നമ്മൾ ഇവിടുന്ന് ഇദ്ദേഹം അങ്ങ് ഡൽഹി വരെ എത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നവർ ഈ കത്ത് റെഡിയായില്ല എന്നുള്ള കാര്യം നമ്മൾ ഇവിടങ്ങളിൽ അറിഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ഈ കത്ത് റെഡിയായിട്ടില്ല എന്ന വാർത്തകളിലുണ്ടായിരുന്നു. അല്ല, കത്ത് റെഡിയായിട്ടില്ല എന്ന് മാത്രമല്ല, കത്ത് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. അല്ലാണ്ട് റെഡിയായിട്ടില്ല എന്ന് പറയല്ല. തീർച്ചയായിട്ടും ടെക്നിക്കൽ ഒബ്ജക്ഷൻ പറയരുത്. ഇത് കത്ത് കൊടുക്കാൻ ഈ കാശ് അവിടുന്ന് മേടിക്കുന്നതിനും വരെ കത്ത് കൊടുക്കാൻ അപ്പോൾ ഈ ഉദ്ദേശിച്ചു. CPI ഇനിയിപ്പോൾ ഇതിൽ എന്തായിരിക്കും ഇനി മേൽ നടപടി? അവർ ചോദ്യമോ മറ്റോ ഉണ്ടാവില്ലേ? അവർ സംഘടനാ ലെവലിൽ ബിനോയ് വിശ്വമോ മറ്റോ ഒക്കെ നിങ്ങൾ കത്ത് കൊടുത്തില്ലല്ലോ, പറഞ്ഞിട്ട് വന്നാൽ ശരിയാവില്ല എന്നൊരു രീതിയിൽ പറയുകയോ അല്ലെങ്കിൽ മൗനമായി അവർ എന്തെങ്കിലും സാറ് പറഞ്ഞ പോലെ സ്ട്രോങ് ഡിസിഷനിലേക്ക് പോകാൻ സാധ്യത? സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെയിറ്റ് ചെയ്യുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മാറ്റം ഉണ്ടാകും. നമ്മളതിനെ ആ രീതിയിൽ അസസ് ചെയ്താൽ ഇപ്പോഴത്തെ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് വളരെ നേട്ടം ഉണ്ടാകുന്നിരിക്കട്ടെ. CPMന് കാര്യമായ നേട്ടം ഉണ്ടായാൽ അത് BJPയുടെ കൂടെ സഹായത്തോടെ മാത്രമേ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു നേട്ടം ഉണ്ടായാൽ ഉറപ്പായിട്ടും CPIയെ പൂർണ്ണമായിട്ട് തഴയുന്നൊരു സമീപനത്തിലേക്ക് വരും. CPM തഴയും. CPIയെ പൂർണ്ണമായിട്ട് തഴയും. മറിച്ചാണെങ്കിൽ എന്ന് പറഞ്ഞാൽ CPMന് സീറ്റ് കുറവ്, ഈ പിണറായിക്കെതിരെയുള്ള ആൾക്കാരുടെ ആന്റി ഇൻകംബൻസി ഫാക്ടർ വരികയാണ്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഈ CPMന് സീറ്റ് കൂടിക്കഴിഞ്ഞാൽ CPI പോയാലും അത് കോമൺ. മറിച്ചായാലോ? മറിച്ച് പിണറായിയുടെ ഇതിനെ ഭരണത്തിനുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ ഭരിക്കുകയും സീറ്റ് കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? സീറ്റ് കുറയുകയും ചെയ്താൽ പിണറായിയുടെ നേതൃത്വത്തിൽ അടുത്ത ഇലക്ഷൻ വരെ പോകും. തോറ്റു കഴിയുമ്പോൾ അടുത്ത വർഷം ജയിച്ചാലും പുതിയ മുഖ്യമന്ത്രിയല്ല പോകുന്നത്. അല്ല സാർ, എനിക്ക് അടുത്ത നിയമസഭ എത്തണ്ട, ഈ തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ CPI എന്ത് സ്റ്റാൻഡ് എടുക്കും? പിണറായിക്ക് നല്ല കിട്ടി, അവിടെ CPIക്ക് പിണറായി വിജയന് നല്ല സീറ്റ് കിട്ടിയെങ്കിൽ തോറ്റെങ്കിലാണ് പറയുന്നത്. തോറ്റെങ്കിൽ അവർ പറയും ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നുള്ള നിലപാടെടുക്കും. അതായത് CPIക്ക് കൂടുതൽ സീറ്റ് വേണം, കൂടുതൽ മന്ത്രിസ്ഥാനം വേണം, മന്ത്രിസഭ പുനഃസംഘടന വേണം. അല്ല, അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ വിലപേശൽ മാത്രമേ ഈ PM ശ്രീ കൊണ്ട് ഒരു ഉദ്ദേശിച്ചുള്ളൂ? രണ്ടുപേരും ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാ ഇതിൽ CPIയും ഒക്കെ അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ രാഷ്ട്രീയമായുള്ള വിലപേശൽ ആൾക്കാരെ ഊശിയാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ അതാണ് എല്ലാ പാർട്ടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും UDF പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ പേഴ്സണൽ സ്റ്റാഫിന് എണ്ണം കുറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലോ? ഇല്ല. CPI മന്ത്രിസഭ തെറ്റാണെന്നും അഴിമതിയാണെന്നും പറയുന്നുണ്ട്. കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാനുള്ള ധൈര്യമുണ്ടോ? പക്ഷെ ഇവിടെ അപകടം നിൽക്കുന്ന അവിടെ അല്ല. CPM സ്ട്രോങ് ആയാൽ CPIയെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള മാർഗം നോക്കും. ഫലം ആരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതെന്നറിയാമോ? കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിക്കും. യൂസഫ് അലി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കുഞ്ഞാലിക്കുട്ടിയെ സ്വാധീനിക്കാൻ റെഡിയായിട്ട് നിൽക്കും. ഈ ഗൾഫ് പര്യടനത്തിലൊക്കെ കഴിഞ്ഞ ദിവസം യൂസഫ് അലിക്ക് ബ്രിട്ടാസ് മുത്തം കൊടുക്കണമൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട്. ഈ ഗൾഫ് പര്യടനത്തിൻ്റെയൊക്കെ തുടർച്ചയായുള്ള ആവശ്യം മുസ്ലിം ലീഗിൻ്റെ മേൽ ഒരു നിയന്ത്രണം പിണറായിക്ക് ഉണ്ടായിരിക്കും. കാരണം ഗൾഫിലെ മുസ്ലിം രാജ്യങ്ങളെ വിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനും ഒരു പരിധി വിട്ട് CPI മുന്നണിയിൽ നിന്ന് ഇവർ പുറത്താക്കുമോ അല്ലെങ്കിൽ അവർ പോകുമോ? അവർ പോകേണ്ട സാഹചര്യം നിൽക്കണമെന്നോ 5 സീറ്റിൻ്റെ എണ്ണം കുറയ്ക്കും. മുസ്ലിം ലീഗിന് കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന 19 സീറ്റ് നാളെ 15 കുറയ്ക്കും, അല്ലെ 14 കുറയ്ക്കും. അവർ തന്നെത്താൻ പോകണ്ടേ? സാറ് പറയുന്നത് പിണറായിയുടെ ഗൾഫ് സന്ദർശനം ലീഗിനെ ചാക്കിടാൻ വേണ്ടിയിട്ടാണ്. ലീഗിനെ ചാക്കിടാനുള്ളൊരു ഒന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പിന്നെ സാമ്പത്തികം. ഇലക്ഷൻ വർക്കിന് കാശ് വേണം. ഇലക്ഷൻ വർക്കിന് കാശ് വേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന കാശ് ഇങ്ങോട്ട് തിരിച്ചു മേടിക്കാനുള്ള മാർഗം കൊണ്ട് നോക്കട്ടെ. ചില ഉടമ്പടികൾ ഒപ്പുവയ്ക്കാൻ വേണ്ടി ഉടമ്പടിയൊക്കെ ഇതുവരെ എത്ര കൊല്ലം പോയിട്ട് ഇപ്പോഴാണ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. 100 ഉടമ്പടി ഒപ്പുവയ്ക്കേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ 10 എണ്ണം. മകൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഏതോ വിദേശ രാജ്യത്തൊക്കെ മകൻ ജോലി ചെയ്യുന്നുണ്ട്. മകൻ്റെ അമ്മായച്ചൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അമ്മായച്ചനാണ് ഇവിടെ കാര്യമായിട്ട് ജോലി ചെയ്യുന്നത്.
അതുകൂടെ ഓർക്കുക. അപ്പോൾ അഴിമതിയെ മൂടി വയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആര് നടത്തും? CPM നടത്തും. CPM നടത്തും. അപ്പോൾ ഈ PM ശ്രീ പദ്ധതി പറഞ്ഞു പറ്റിക്കുന്ന CPI CPI വേണമെങ്കിൽ നിൽക്കും. ആ ഒറ്റ കാര്യം മാത്രം പോരെ കേരളത്തിലെ സാധാരണ ബോധമുള്ള ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യൂ. സ്വന്തം ഘടകകക്ഷിയെ പറ്റിച്ചിട്ടിരിക്കുക. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർ. കേരള കോൺഗ്രസിനല്ല പറ്റിച്ചത്, ജോസ് കെ മാണിയല്ല പറ്റിച്ചത്. ഏതായാലും CPIയുടെ പ്രതികരണം എന്തെന്ന് നമുക്ക് നോക്കാം. കാത്തിരുന്നാണ്.